ഞാൻ കേരളത്തിലല്ലേ, ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നത്. സുഹൃത്തുക്കളെ, എൻ്റെ ഒരു തോട്ട് ഞാൻ ഷെയർ ചെയ്തോട്ടെ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തണേ. നിങ്ങൾ തിരുത്താൻ പറഞ്ഞ് ഞാൻ തിരുത്തിരിക്കും. എൻ്റെ തോട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരുത്തണം. ഇപ്പോൾ നടക്കുന്ന ഈ ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള തല്ലില്ലേ, ആ തല്ല് ഇത്ര വഷളാവാൻ കാരണം ഈ KC വേണുഗോപാലൻ ചേട്ടനല്ലേ? എൻ്റെ ഒരു സിമ്പിൾ ചോദ്യമാണ്. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വശത്തോ ഈ KCയുടെയോ അല്ലെങ്കിൽ VDയുടെയോ RCയുടെയോ പക്ഷത്തു നിന്ന് സംസാരിക്കില്ല. ഒരു പൊതുജന നിലയ്ക്ക്, നമ്മൾ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നിപ്പോയൊരു സിമ്പിൾ സംശയമാണ്, ഈ ഒരു മുഖ്യമന്ത്രി ചർച്ച ഇത്ര അധികം നാശമാവാൻ കാരണം. ലീഗ് എന്ന് പറയുന്ന അതിനൊപ്പം നിൽക്കുന്ന ഘടകകക്ഷികൾക്കടക്കം നാണക്കേട് തോന്നുന്ന വിധത്തിൽ ഇത്ര അധികം മോശമാവാൻ കാരണം ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഈ ഒരൊറ്റ വ്യക്തിയല്ലേ? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഇദ്ദേഹം ഈ ഇലക്ഷൻ തൊട്ട് മുമ്പായിട്ട് വന്നപ്പോഴുണ്ടായ ഒരു ബൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഇത് അവിടെ കിടക്കട്ടെ. കേരളത്തിൽ താങ്കൾ ഇനി സജീവമായിട്ട് ഉണ്ടാകുമോ എന്ന് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ കേരളത്തിലല്ലേ, ഞാൻ കേരളത്തിലുണ്ടാകും, ഇവിടുത്തെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള പരിപാടിയല്ല എന്ന് അന്ന് KC വേണുഗോപാൽ പറഞ്ഞ ആ വാക്കിനോട് ഒരല്പമെങ്കിലും ഇദ്ദേഹം സത്യസന്ധത കാണിക്കുവായിരുന്നെങ്കിൽ 2 പേരിലേക്ക് ഈ ഒരു മത്സരം ഒതുങ്ങുമായിരുന്നു. അത് നമ്മുടെ VD സതീശനിലേക്കും ഒപ്പം തന്നെ രമേശ് ചെന്നിത്തലയിലേക്കും. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഒരാൾ മുഖ്യമന്ത്രിയും ഒരാൾ ഉപമുഖ്യമന്ത്രിയായിട്ട് മാറുകയോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൈയിട്ട് വാരാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടുകയോ, ഇതാണ് അതിൻ്റെ തല്ല് പ്രധാനമായിട്ട്. അങ്ങനെ ഇവർ മുന്നോട്ട് പോകുമായിരുന്നു. KC വേണുഗോപാൽ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു ഇലക്ഷൻ്റെ ഹിസ്റ്ററി ഒക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഇതൊന്ന് കേട്ടു നോക്കൂ, സംശയമുണ്ടെങ്കിൽ. ഞാൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലേ, കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാകുന്നത്. എത്ര കൃത്യമായിട്ടുള്ള ഉത്തരം നോക്കി. ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല എന്ന് ഇദ്ദേഹം കൃത്യമായിട്ടും പറയുന്നുണ്ട്, വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട്. എന്നിട്ടും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാണ് ഒരു കസേരയുടെ മേത്തേക്ക് ഇത്ര വലിയൊരു ആഗ്രഹം ഉണ്ടായത്? ആ ആഗ്രഹമില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലേക്ക് ഇവർ അധികാരത്തിൽ വന്ന് 7 ദിവസം കഴിഞ്ഞിരിക്കാം. നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ കുറേ പ്രശ്നമുണ്ട്, ട്രഷറിയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ ഇപ്പോൾ കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. ആളുകൾക്ക് പെൻഷൻ കിട്ടാൻ ഇനിയും ഒരുപാട് വൈകും, ഒരു സംശയവും വേണ്ട. അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കേരളം തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് മനസ്സിലാക്കണം. ഇനി ഇത് ഞാൻ പറയുന്ന അഭിപ്രായം മാത്രമല്ല, ഒരാൾ കൂടി ഒരു അഭിപ്രായം കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലാകും എന്താണ് KC വേണുഗോപാലിന്റെ അവസ്ഥ എന്നുള്ളത്. ഇതൊന്ന് കേട്ടോക്കെ. ഇവിടെ ഒന്ന് വരൂ. ഡൽഹിയിൽ ഇന്ന് കോൺഗ്രസിനെ ഇതുപോലെ മുടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞതിന്റെ പ്രധാന ഉത്തരവാദിത്വം ആർക്കാന്ന് ചോദിച്ചാൽ അത് KC വേണുഗോപാലനാന്നുള്ളത് ആ പൊട്ടൻചെറുക്കൻ ഒഴിച്ച് ബാക്കി കേരളത്തിലുള്ള സകല യഥാർത്ഥ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഡൽഹിയിൽ ഇരുന്ന് കോൺഗ്രസിനെ ഇതുപോലെ മുച്ചൂടും മുടിപ്പിച്ചത് ആ DK ശിവകുമാറിനെയോ ശശി തരൂരിനെ പോലെയുള്ളവരെ തലപ്പത്തേക്ക് കൊണ്ടുവരേണ്ടതിന് ഒരു പടുകളവനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി അത് മുഴുവൻ മുടിച്ച് തേച്ച് കഴുകി കളഞ്ഞതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഈ KC വേണുഗോപാലിനെയാണ്. ഡൽഹിയിൽ ഇന്ന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം കൂടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നില്ലേ? അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഒന്നാണ്ട് മാറി നിന്നാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ കേരളത്തിലുള്ളൂ. തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കിനോട്, ജനങ്ങളോട്, പത്രമാധ്യമങ്ങളോട് പറഞ്ഞ വാക്കിനോട് ഒരല്പമെങ്കിലും ഇദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിയുമെങ്കിൽ, ഇനി എന്താണ് ഈ ഒരു AICC ഒപ്പം തന്നെ ഈ ഇവർ പറയുന്ന എപ്പോഴും പറയും ഹൈക്കമാൻഡ് എന്നതിനെ കുറിച്ചിട്ട് ഒരു മാധ്യമ പ്രവർത്തകർ ഒരു ഗംഭീര ട്രോൾ ഇറക്കിയിട്ടുണ്ടോ? അതൊന്ന് കണ്ടാൽ രസകരമായിരിക്കും. 8 ദിവസം ഇപ്പോഴും ഇതാ ചർച്ച തുടരുകയാണ്. ഇതുവരെ കേട്ട അഭിപ്രായങ്ങൾ ഒന്നും പോരാഞ്ഞ് മുൻ KPCC അധ്യക്ഷന്മാരെയൊക്കെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആരൊക്കെ ചർച്ചയിൽ അഭിപ്രായം പറഞ്ഞാലും ഒടുവിൽ തീരുമാനം
തീരുമാനമെടുക്കേണ്ടത് അപ്പനും സുഭദ്രയും ഒക്കെ ചേർന്ന ഹൈക്കമാൻഡ് തന്നെ. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് തിങ്കളോട് തിങ്കൾ എങ്ങനെയുണ്ട്? ഇങ്ങനെ അജാതി ഊക്കുകള് ഓരോരുത്തർ ഇപ്പൊ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അമ്മാതിരി ഊക്കുകളാണ് ഓരോരുത്തരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഇതിനൊരു മാറ്റവുമില്ലാത്ത തുടരുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു രസകരമായ വർത്തമാനം കൂടി ഇതിന് നടക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെയാണ്. പ്രധാനപ്പെട്ട ഓരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വിജയകുമാർ, KC ക്യാമ്പലിന്റെ പുതിയ നിലപാടായി പറയുന്നത് ഇപ്പൊ അവര് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയുമില്ല KCയുടെ ഭാഗത്ത് നിന്ന്. വിട്ടുവീഴ്ചയുമില്ല, കടുത്ത നിലപാടാണ് എന്ന് മാത്രവുമല്ല, ഈ ഒരു തർക്കമുണ്ടാവുകയാണെങ്കിൽ സ്വയം KC പിന്മാറുക, ഒരു കൺസെൻസസ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തല വരിക, അതിനെയും തള്ളുന്നു. അതിനുമില്ല. മൂന്നാമതൊരു കാര്യം കൂടെ കടുപ്പിച്ച് പറയുന്നു, VD സതീശൻ ക്യാബിനറ്റിൽ ഉണ്ടാകാൻ പോലും പാടില്ല. അത്ര കടുത്ത നിലപാടിലേക്ക് KC ക്യാമ്പ് പോവുകയാണ്. 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. KC വേണുഗോപാൽ വിട്ടുവീഴ്ചയ്ക്കില്ല. ഒരു ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ അതിഭീകരമാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചർച്ച എന്നർത്ഥം. ഇനി ആ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പഴയ ഇവിടുത്തെ KPCC പ്രസിഡന്റുമാരും എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് ഡൽഹിക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഇതിന്റെ ചെലവ് എടുക്കുന്നത് കോൺഗ്രസ് ആണോ അതോ നമ്മുടെ കേരള ഗവൺമെന്റ് ആണോ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ചുമ്മാ ഞാൻ ചോദിച്ചു എന്നുള്ളൂ കേട്ടോ. അതിന്റെ പേരിൽ എന്റെ നെഞ്ചത്തേക്ക് ആരും കയറാൻ വരണ്ട. എന്തൊക്കെയായാലും ഇത് വലിയ ചെലവുള്ള പരിപാടിയല്ലേ. നോക്കൂ, ഇവിടുന്ന് എത്ര പേരാണ് ഡൽഹിക്ക് വണ്ടി കയറേണ്ടി വരുന്നത്, വിമാനം കയറേണ്ടി വരുന്നത്. നാളെ ഒരു പട കയറി പോകുന്നുണ്ടെന്ന് കേട്ടെ. മുരളീധരനും നമ്മുടെ ആരൊക്കെയാണ്, ഷാഫി പറമ്പിൽ അടക്കമുള്ള ഒരു വൻ പടയാണ്. അവരെ കൂടി അഭിപ്രായം നേടിയിട്ട് വേണം ഒരാൾ തീരുമാനിക്കാൻ എന്ന നിലയ്ക്ക് ഒരു പട ഇവിടുന്ന് കയറി പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പട അങ്ങോട്ട് കയറി പോകുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലി മാത്രം ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരെ ഏതെങ്കിലും ആസ്ഥാനത്ത് ഇരുന്നിട്ട് ഗംഭീരമായിട്ട് ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. വെറുതെ ഇവിടുന്ന് അങ്ങോട്ട് കയറുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ്, എത്ര സമയമൊക്കെ ലാഭമുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇന്നാവുമോ നാളാവുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ലീഗിനൊക്കെ മടുത്ത് പണ്ടാറടക്കി. ലീഗിന്റെ ആൾക്കാരൊക്കെ പച്ചയ്ക്ക് എഴുതി തുടങ്ങിയിരിക്കുന്നു. വേണ്ടിയിരുന്നില്ല 110 സീറ്റോ 102 നിങ്ങളുടെ സീറ്റൊക്കെ കിട്ടുന്നു, വേണ്ടിയിരുന്നില്ല. ഈ തല്ലിന് വേണ്ടിയിട്ടായിരുന്നു ഇവന്മാർക്കൊക്കെ വോട്ട് ചെയ്ത്. ഇനി വോട്ട് ചെയ്ത് ഇവന്മാരൊരു മുഖ്യമന്ത്രി തീരുമാനിച്ചു വിചാരിക്കുക. ആ മുഖ്യമന്ത്രിക്ക് സ്വൈര്യത്തിന് വളരെ മാന്യമര്യാദയ്ക്ക് സമാധാനത്തോട് കൂടിയിട്ട് അവിടെ ഭരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നോ? ആ ചോദിക്കുന്നത് അത് ഇവിടുത്തെ LDFന്റെ പ്രശ്നം കൊണ്ടല്ല കേട്ടോ. പ്രതിപക്ഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതുണ്ടോ, പ്രതിപക്ഷം ഭീകരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടോ എന്നല്ല. പ്രതിപക്ഷം ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ കാത്തിരിക്കൂ, അത് വരുന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇവർ അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ UDFനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ നമ്പർ 1 ചോദ്യം മിക്കവാറും അത് വയനാട്ടിൽ UDF കൊടുക്കാൻ വെച്ചിരുന്ന വീട് എവിടെ, ആ വീട് പണി എന്ന് തുടങ്ങും, നിങ്ങൾ എത്ര പണം അന്ന് പിരിച്ചെടുത്തു ആപ്പ് വഴി, ആ ആപ്പ് എവിടെ എന്നീ ചോദ്യങ്ങൾ എന്തു വന്നാലും ഈ ഗവൺമെന്റ് വന്ന് ആദ്യമായിട്ട് മന്ത്രിസഭ കൂടിയാൽ അപ്പം തന്നെ പ്രതിപക്ഷത്തിൽ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ LDFന്റെ കയ്യിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെ ആയിരിക്കും. അതിലൊന്നും എന്തെന്നാലും ഇവർക്ക് ഉത്തരം ഉണ്ടാവില്ല. ഇവരെന്തെങ്കിലുമൊക്കെ അഴകുഴമ്പൻ വർത്തമാനം പറയും. ആ അഴകുഴമ്പൻ വർത്തമാനം 100% നമ്മുടെ കേരള ജനത വിശ്വസിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരീ പറഞ്ഞ കള്ളത്തരവും കേരള ജനത വിശ്വസിച്ചുകൊണ്ടാണല്ലോ ഇവരെ വിജയിപ്പിച്ചിട്ടെ. അപ്പൊ ഇനി മന്ത്രിസഭ എത്തിക്കഴിഞ്ഞാൽ ഇവരെന്തൊക്കെ പറഞ്ഞാലും, ഇനിയിപ്പോൾ വയനാട്ടുകാർക്ക് വീട് കൊടുത്തില്ല, എന്തൊക്കെയായാലും അവിടെ 180ഓളം വീടുകളെ പണി തീർത്ത് വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയും 100-150 വീട് പണി തീർക്കാനുണ്ട്. ഇനിയിപ്പോൾ ആ വീട് പണി അവർക്ക് തീർത്ത് കൊടുത്തിട്ടില്ല. എന്നാലും ഒരു കുഴപ്പമില്ലാതെ ഇവന്മാർ ഭരിക്കുന്നുള്ളതാണ്. ആകെ പ്രശ്നം ഉണ്ടാവുക അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള തല്ലായിരിക്കും. വേറൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.